എടാ അവൾക്ക് വേറെ ആരുടെ ഒരു ബന്ധമുണ്ട്, എന്നെ ചീറ്റ് ചെയ്യുന്ന പോലെ. എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടരുതെന്ന്. എടാ അവൾക്ക് നീ എന്ന് വെച്ചാൽ ജീവനാടാ. ഒന്ന് രണ്ട് മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞിട്ടാണോ നീ ഇപ്പൊ എന്നെ സംശയിക്കുന്നത്? നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വീട്ടുകാരൊക്കെ വെറുപ്പിച്ചിട്ട് ഇറങ്ങി വന്നത്. ഇത്ര ചീപ്പാന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കരഞ്ഞു കാണിച്ചാൽ മതി, അപ്പൊ വിശ്വസിച്ചോളും. മണ്ടന പിന്നെ ജിത്തു, ഞാനൊന്ന് കുറച്ച് ലേറ്റ് ആവേ, ഓഫീസിൽ ഓഡിറ്റ് നടക്കുക. എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരണ്ട കേട്ടോ. എടാ പിന്നെ വൈകിട്ട് ഞാൻ ഉണ്ടാവില്ല, ഈ ചെറിയൊരു പരിപാടിയുണ്ട്, ഇവിടെ ചിലപ്പോൾ നടക്കും. നീ എന്താ പുതിയ പെർഫ്യൂം വാങ്ങിയാ? നല്ല മണം. ഈ സ്മെല്ല് എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊള്ള ഈ വർഷം ഇപ്പൊ എത്ര ആൾക്കാരുടെ ഉണ്ടാവും? എടാ ഞാൻ എൻ്റെ ചാർജ് എടുക്ക. നീ ക്ലയൻറ്റിനാ വെറുതെ ഒരു രസത്തിന് തുടങ്ങിയത് ജിത്തു, പറ്റിപ്പോയി. എന്നൊന്നും ചെയ്യല്ലേ. നിന്നെ ഞാൻ എന്ത് ചെയ്യാനടി? തല്ലാനാ അതോ കൊല്ലാനാ? എന്തിന് എടി? എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് നീയായിരുന്നു. ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിന്റെ പുറത്തുള്ള ജീവിതമാണ്. ഒരിക്കലും ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിന് എത്ര വേച്ചു കൂട്ടിയാലും അത് അങ്ങനെ ആവില്ല. എനിക്ക് നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. എനിക്കത് അറിയുകയും വേണ്ട. എനിക്കിനി വയ്യ, എനിക്ക് നിന്നെ വേണ്ട, അത്രേ ഉള്ളൂ.